ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ്. നമ്മുടെ ഹൗസ് വാമിങ്ങിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യാം. ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അൺബോക്സിങ് ചെയ്തെടുക്കണം. അപ്പോൾ അൺബോക്സിങ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതെ, ഒരു റൂമിൽ പകുതിയോളം ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യണം. അൺബോക്സിങ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി അൺബോക്സിങ് ആണ് കേട്ടോ. കുട്ടിപ്പട്ടാളം തൊട്ട് വലിയ ആൾ തൊട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തകർത്തൊരു അൺബോക്സിങ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചേച്ചിയാണ് കേട്ടോ അൺബോക്സിങ് ചെയ്യുന്നത്. ചേച്ചി നാട്ടിലേക്ക് പോവുകയാണ്, കണ്ണൂർക്ക്. അപ്പോൾ അതിന് മുന്നേ ചേച്ചിയും മക്കളൊക്കെ കൂടിയിട്ട് ഒരു അൺബോക്സിങ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആദ്യം ചേച്ചി തന്നെ അൺബോക്സിങ് ചെയ്ത് കിട്ടിയ സാധനം നോക്കിയേ എന്തൊരു സന്തോഷമാണെന്ന് അറിയുമോ. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. ഫസ്റ്റത്തെ സാധനം തന്നെ നല്ലൊരു കൃഷ്ണൻ്റെ വിഗ്രഹമാണ്. ഇത് തന്നേക്കുന്നതില്ലേ ഞങ്ങളുടെ കടയിലെ സ്റ്റാഫാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം അവരാണ് തന്നേക്കുന്നത്, നല്ലോണം അറിയാം. അധികം ഗിഫ്റ്റിനും പേരൊന്നുമില്ല, പക്ഷെ ഒത്തിരി സന്തോഷമായി അത് കണ്ടപ്പോൾ. അപ്പോൾ ഹസ്ബൻഡ് ചേച്ചിയാണ് കേട്ടോ. ചേച്ചി നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇതേ ചേച്ചി ഒരു അൺബോക്സിങ് നടത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി കിട്ടിയ സാധനം അടിപൊളിയാണ്. അപ്പോൾ അത് പറ്റിയ സ്ഥലത്ത് തന്നെ ചേച്ചി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ അനിയത്തിയുടെ മോനാണ് കേട്ടോ. അവനിതേ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അവൻ നല്ലൊരു ക്രോക്കറി സെറ്റാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടിപൊളിയല്ലേ കാണാൻ? അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ പാത്രങ്ങൾ കാണുമ്പോൾ പ്രത്യേകിച്ചൊരു സന്തോഷമായിരിക്കും. അപ്പോൾ അടിപൊളി, അതും കാണാൻ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ അവിടെ എടുത്ത് വെക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇത് മകളാണ് കേട്ടോ. അവിടെ നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഒരു വലിയൊരു അൺബോക്സിങ് നടത്തിയിട്ടുണ്ട്. അതിലിതേ നമുക്കൊരു എന്താ പറയുക ഷോ പീസാണ്. നമ്മൾ വോളിലൊക്കെ ഡെക്കോറായിട്ട് തൂക്കാൻ പറ്റിയ നല്ലൊരു ഷോ പീസാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ എവിടെയാണ് വെച്ചേക്കുന്നതെന്ന് വേറൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിൽ നിറച്ചു ഇപ്പോൾ സാധനങ്ങളായിട്ടുണ്ട്. ഇനി അടുത്തത് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള അൺബോക്സിങ് ആണ്. കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതൊന്ന് തുറന്ന് കണ്ടിട്ട് തന്നെ അവർക്ക് ഭാഗ്യ കാര്യം എന്ന് പറഞ്ഞു. അത് പിറ്റേ ദിവസമാണ് കേട്ടോ. അന്ന് അവർ പോയി, പിറ്റേ ദിവസമാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നത്. നല്ലൊരു വോൾ ഡെക്കറാണ്, നമുക്കൊരു പെയിൻറ്റിംഗ് ഒക്കെ പോലെ കാണാനുള്ളത്. അപ്പോൾ അതൊക്കെ ഞങ്ങളിവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് അടുത്തതായിട്ടൊരു ബൗളും കപ്പും ഒക്കെയുള്ള സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഷോ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടായിരുന്നു, വീഡിയോക്ക് ഭയങ്കര ലെങ്ത് ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്പീഡായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത കിട്ടിയിരിക്കുന്നത് നമ്മുടെ പുട്ടോടാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളായ സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആരാ തന്നെയെന്ന് എനിക്കറിയില്ല കേട്ടോ. അധികം പേരുണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ സൗണ്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേക്കുവാണ് കേട്ടോ. നല്ല ബഹളമായിരുന്നു മക്കളെല്ലാവരും കൂടെ. അവർക്ക് പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ തന്നെ അത് ഓപ്പൺ ചെയ്യാൻ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. അപ്പോൾ ഇത്രയും ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അവരങ്ങോട്ട് അർമാദിച്ചു എന്ന് പറയാം. അപ്പോൾ ഇത് അടുത്തത് ഇട്ടേക്കുന്ന ഒരു മോപ്പാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളായ സാധനമാണ്. എൻ്റെ അടുത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് അത്ര പോരായിരുന്നു, താൽക്കാലികമായിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതേ ഒരു വാൾ പീസാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ അതിന് നോർമലി കാണുന്ന കുതിരയില്ലേ, ആ കുതിരയാണ്. പിന്നെ ഇതൊരു യൂസ്ഫുള്ളായ നല്ല യൂസ്ഫുള്ളായ ഗിഫ്റ്റുകൾ കിട്ടിയാൽ എനിക്ക് ഏറ്റവും ഉപകാരമുള്ളൊരു സാധനമാണ്. നമ്മളിതുപോലെ കുക്ക് ആൻഡ് സേവ് കുക്ക് ചെയ്ത് നമ്മൾ സെർവ് ചെയ്ത് വെക്കുന്ന ആ ബൗളുകളാണ്. 2 സ്റ്റീലിൻ്റെ, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം റൂമിൽ നിന്നാണ് എല്ലാം അൺബോക്സിങ് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ മക്കളുടെ ബഹളവും അവരുടെ തിരക്കൊക്കെ കാണുമ്പോൾ നമ്മളത് ഹാളിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് കിട്ടിയ കൃഷ്ണൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. നല്ല രീതിയിലൊരു അൺബോക്സിങ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. ഇതെല്ലാവരും കൂടെ തകിടം മറിച്ചൊരു അൺബോക്സിങ് ആയിരുന്നു. നമ്മൾ ഇങ്ങനത്തെയൊക്കെ കാണാനും അതിൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നതെന്ന് അറിയാനും ഉള്ളൊരു ആകാംക്ഷ ഭയങ്കരമല്ലേ. അതുകൊണ്ട് അവരെല്ലാവരും തന്നെ ഒന്നിച്ചിരുന്നിട്ടാണ് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഓരോരാളുടെ ഓരോന്നൊക്കെ കൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം കൂടെ പഴയ രീതിയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ആരൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതെൻ്റെ ചേട്ടൻ്റെ മക്കളുണ്ട്, ചേച്ചിയുടെ മക്കളുണ്ട്, പിന്നെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ പിള്ളേരുണ്ട്. എല്ലാവരും കൂടിയുള്ളൊരു അൺബോക്സിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുന്നേ തന്നെ ഇത് ഓപ്പൺ ചെയ്യണമല്ലോ, എല്ലാവർക്കും കാണണമല്ലോ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായൊരു സാധനമാണിത്.
അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായൊരു സാധനമാണ് കേട്ടോ, കല്ലുപ്പൊക്കെ ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിച്ചണിൽ വാങ്ങിക്കണം എന്ന് വിചാരിച്ച സാധനമായിരുന്നു അതൊക്കെ. അപ്പം അത് കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്ക്, അവർക്കെല്ലാം അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതേ ബെഡ്ഷീറ്റ് നമുക്ക് നല്ല യൂസ്ഫുള്ളായ സാധനമാണ് കേട്ടോ. ബെഡ്ഷീറ്റുകൾ എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അൺബോക്സിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചാണ് ചെയ്തത്. അമ്മമാർ പിന്നെ നാത്തൂനാണ്, അവളും എല്ലാവരും കൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരും ചെയ്യണ്ടേ, നമ്മൾ മാത്രം ചെയ്താൽ മതിയോ? എൻ്റെ അമ്മ ഒരു അൺബോക്സിങ് നടത്തിയിട്ടുണ്ട്. കൃഷ്ണനും രാധയാണ് കേട്ടോ. ഇനി ഇത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മ ഇതേ അടുത്ത അൺബോക്സിങ് ആണ്. ഒരു ഗ്രൈൻഡറാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉപയോഗിച്ചില്ല കേട്ടോ. ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പം താൽക്കാലികമായിട്ട് എല്ലാം തന്നെ ഞാൻ തട്ടുംപുറത്ത് കയറ്റിയേക്കുവാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീടുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവണമല്ലോ, കുറച്ച് നാളെടുക്കും എല്ലാം ഒന്ന് ഒതുങ്ങി വരാനായിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. നമുക്ക് പിന്നെ ഇത് അടുത്തത് നാത്തൂനാണ് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരോ ആൾക്കാരായിട്ട് എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നോക്കും എല്ലാ പരിപാടിയൊക്കെ. അപ്പോൾ ഇതൊരു റൈസ് കുക്കറാണ്. അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളായ സാധനമായിരുന്നു. ഇതൊരു റൈസ് കുക്കറാണ്, നല്ല അടിപൊളിയാണ്. ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു റൈസ് കുക്കർ. അപ്പം അതാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കാൻ പോയപ്പോൾ വാങ്ങിക്കേണ്ട, ഇനിയിപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ പുട്ടുകൂടവും അതുപോലെ തന്നെ ഈ റൈസ് കുക്കറും അങ്ങനെയുള്ള സാധനങ്ങൾ, മോപ്പ്, നമ്മൾ ഈ ക്ലീനിങ് മോപ്പൊക്കെ ഇല്ലേ, അതൊക്കെ. ഇനി ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ചേച്ചിയുടെ ഹസ്ബൻഡ് അൺബോക്സിങ് ചെയ്തിരിക്കുന്നത് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അത് നല്ലതാണ് കേട്ടോ. അത് ഞാൻ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഒന്നും ചെയ്തില്ല, അതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ഫോട്ടോ ഒക്കെ ഒന്ന് നമുക്ക് തപ്പിയെടുക്കണം. പിന്നെ ഇതേ ഒരു ഷോ പീസാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ഒരു മയിലാണ്. അപ്പം അതും ഇതേ എവിടെയെങ്കിലും ഷോക്കേസിലോ എവിടെയെങ്കിലും വെക്കണം. നമുക്ക് ഷോക്കേസൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ഇത് അവൻ തന്നെ അതിന് പറ്റിയ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത എനിക്ക് കുറേ ഇരിപ്പുണ്ട് കേട്ടോ, ഇതൊക്കെ പൊട്ടിച്ചെടുക്കണം. പിന്നെ ഇത് ചേച്ചിയുടെ മാളാണ്. അപ്പോൾ അവൾ ഇത് അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ എടുത്തേക്കുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ. ഇൻഡക്ഷൻ കുക്കറും നമുക്ക് നല്ല യൂസ്ഫുള്ളായ സാധനമാണ്. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇതും തട്ടുംപുറത്ത് കയറ്റിയേക്കാണ്. കുറച്ച് കഴിയട്ടെ, പതുക്കെ ഓരോന്നും ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ ഇതേ വീണ്ടും കിട്ടിയേക്കുന്ന ഒരു മോപ്പാണ് കേട്ടോ. മോപ്പ് 2 മോപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ മോപ്പും ഒരെണ്ണം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരെണ്ണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ചേച്ചിയുടെ മോള് തന്നതാണ്. അവിടെ ഇതുപോലെ നല്ല ഭംഗിയിലൊരു ഉരുളിയാണ് കേട്ടോ തന്നേക്കുന്നത്. ആദ്യമായി കിട്ടിയ ക്ലോക്ക് അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ക്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഗിഫ്റ്റ് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടൊരു സാധനമായിരുന്നു ക്ലോക്ക്. അതുകൊണ്ട് ക്ലോക്ക് വാങ്ങിച്ചിട്ടുണ്ടായില്ല. എന്നിട്ട് നമ്മൾ ഓരോ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോൾ വിചാരിക്കും ഇതിലൊരു ക്ലോക്ക് ഉണ്ടാവും, ഇതിലൊരു ക്ലോക്ക് ഉണ്ടാവും. ആ സാധനം ഒരു ക്ലോക്ക് കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ആ സന്തോഷ പ്രകടനമാണ് എപ്പോഴും നിങ്ങൾ കേട്ടത് കേട്ടോ. ഇനി ഇതൊരു ബിരിയാണി പോട്ടാണ് കേട്ടോ. ചെറിയൊരു ഉരുളി അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതൊക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളായ സാധനമാണ്. പിന്നെ വോൾഡോക്കർ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ തട്ടുംപുറത്ത് കയറ്റാതെ താഴെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കിപ്പം അത്യാവശ്യമായിട്ട് വേണ്ടാന്ന് തോന്നിയ സാധനങ്ങളൊക്കെ തട്ടുംപുറത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 5-8 ബെഡ്ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും നല്ല യൂസ്ഫുള്ളായ സാധനമാണ്. നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെ നമ്മളിപ്പോൾ കറക്റ്റായിട്ടാണോ വാങ്ങിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് വാമിങ്ങിന് മുന്നേ ഉള്ള കുറച്ച് നാൾ നമ്മൾ അധികം സാധനങ്ങളൊന്നും വീട്ടു സാധനങ്ങളൊന്നും വാങ്ങിക്കാതെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടും അല്ല അതിനോടനുബന്ധിച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ച ഒത്തിരി സാധനങ്ങൾ ആ സമയത്താണ് കേട്ടോ വാങ്ങിച്ചത്. ഇതൊരു ബിരിയാണി പോട്ടാണ്. അതൊക്കെ നമുക്ക് നല്ല ഉപയോഗമുള്ള സാധനമാണ്. അതുപോലെ നമ്മുടെ കെറ്റിലില്ലേ, അതും നല്ല ഉപയോഗമുള്ള സാധനമാണ്. അതൊക്കെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിപ്പട്ടാളങ്ങൾ ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ അവർക്ക് വലിയ പാക്കുകൾ പൊട്ടിക്കണം എന്നുള്ള അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കത് പോരാ എന്നുള്ള ഒരു ഭയങ്കര ഒരു അടിയാണ് നടന്നേക്കുന്നത്. അവനാണ് വലുത് കിട്ടിയത്, എനിക്ക് ചെറുതാണ് കിട്ടിയതെന്നുള്ള അങ്ങനെയുള്ളൊരു ബഹളമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരെയും തന്നെ തൃപ്തിപ്പെടുത്തണമല്ലോ നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ എടുക്കണമെന്നല്ല പ്രതീക്ഷിച്ചത്, പക്ഷേ ഇങ്ങനെയായി വന്നതാണ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഓരോ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ് തന്നെ യൂസ് ചെയ്യാം.
ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും പ്രതീക്ഷയില്ല അല്ലേ. ഒരു 1.5 അൺബോക്സിങ് ആയിരുന്നു. അപ്പോൾ അതിൽ ഉൾപ്പെടാതെ പോയ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയതിൽ. ഈ ഒരു കുഞ്ഞുരുളി നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതും ഇതിൽ ഞാനൊന്ന് ഉൾപ്പെടുത്താമെന്ന് വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പം. അതുപോലെ ഈ ഒരു കുഞ്ഞു ലൈറ്റും ഒരു ഷോ പീസാണ് കേട്ടോ, നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം. പക്ഷേ ഇത് ഞാൻ ഹാങ് ചെയ്തിടുന്നില്ല, നമ്മൾ ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നമുക്കൊരു നിറണ്ടതൊരു ഡെക്കോറായിട്ട് എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ നമ്മൾ വെക്കാൻ പറ്റിയൊരു സാധനമാണ്. നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റിയ നല്ലൊരു പീസാണ് കേട്ടോ. ഇത് ലൈറ്റ് നമുക്ക് ബാറ്ററിയാണ്, അപ്പോൾ നമുക്കിത് ഓൺ ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടക്കും. പിന്നെ അതുപോലെ ഇത് സുജാതേൻ്റെ ഒരു ബ്രെഡ് ടോസ്റ്ററാണ് കേട്ടോ, ഇതും ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് നല്ല യൂസ്ഫുള്ളായ സാധനമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതിൽ ബ്രെഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഞാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു എയർ ഫ്രയർ ആണ്, നല്ല യൂസ്ഫുള്ളായ സാധനമാണ്. ഓയിലി ഫുഡൊക്കെ ഒഴിവാക്കാനുള്ളതും പിന്നെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായൊരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ. ഇനിയുണ്ട് കേട്ടോ ഒത്തിരി ക്രോക്കറി സെറ്റും, നമ്മളെ ഗ്ലാസ്, ബൗള്, കപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സാധനം ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, ഇത് ഗിഫ്റ്റ് കിട്ടിയതാണോ ഞാൻ വാങ്ങിച്ചതാണോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നമ്മുടെ വീടിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.